ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024-25 വർഷത്തെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ നമുക്കൊരു സ്റ്റോറി തന്നിട്ടുണ്ട്, അത് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പോൾ നമുക്ക് സ്റ്റോറി എന്താണെന്ന് വായിച്ചു നോക്കാം. ഇറ്റ് വാസ് ക്രിസ്മസ് ആയിരുന്നു. ജിം വാണ്ടഡ് ടു ബൈ എ ക്രിസ്മസ് പ്രസന്റ് ഫോർ ഡെല്ല ഹിസ് വൈഫ്. എന്താണ്, ജിമ്മിന്റെ വൈഫായിട്ടുള്ള ഡെല്ലയ്ക്ക് വേണ്ടി ഒരു ക്രിസ്മസ് പ്രസൻസ് വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഡെല്ല ഓൾസോ വാണ്ടഡ് ടു ഗീവ് ജിം എ ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പോൾ ഡെല്ല എന്ത് ചെയ്തു, ഡെല്ലയും ഇതുപോലെ തന്നെ ജിമ്മിന് വേണ്ടി എന്തെങ്കിലും ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഡെല്ല പ്ലാൻഡ് ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. ജിംസിന്റെ കയ്യിൽ ഒരു ഗോൾഡ് വാച്ച് ഉണ്ട്, അതിനു വേണ്ടി ഒരു ചെയിൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഡെല്ല പ്ലാൻ ചെയ്തിരുന്നത്. ഡെല്ല ഹാഡ് long beautiful golden hair, so Jim decided to buy a set of beautiful combs for Della. ഡെല്ലയ്ക്ക് എന്തുണ്ട്, നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഹെയർ ഉണ്ട്. അപ്പൊ ജിം എന്ത് തീരുമാനിച്ചു, ഡെല്ലയ്ക്ക് വേണ്ടി നല്ല ഭംഗിയുള്ള ഒരു കോംബോ, ഒരു ചീർപ്പ് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. ബട്ട് ദേ ഡിഡ്ന്റ് ഹാവ് ഇനഫ് മണി. അപ്പൊ എന്താണ്, ആക്ച്വലി ഇവരൊക്കെ അത് തീരുമാനിച്ചെങ്കിൽ പോലും അവരുടെ കയ്യിൽ അതിന് ആവശ്യമായിട്ടുള്ള പണം ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ടു ബൈ കോംസ് ഫോർ ഡെല്ല. അതിന് ജിം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഗോൾഡ് വാച്ച് കൊടുത്തിട്ട് ഡെല്ലയ്ക്ക് കോംബോ വാങ്ങി. ബട്ട് ഡെല്ല സോൾഡ് ഹെയർ ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. അപ്പോൾ ഡെല്ല എന്ത് ചെയ്തു, ഡെല്ലയുടെ കയ്യിൽ എന്താണുള്ളത്, നല്ല ഭംഗിയുള്ള ഹെയർ ആണല്ലേ. അപ്പോൾ ആ ഹെയർ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ജിമ്മിന് നല്ല ചെയിനും വാങ്ങിച്ചു. ബോത്ത് ജിം ആൻഡ് ഡെല്ല മേഡ് എ സാക്രിഫൈസസ് ഫോർ ദെയർ ലവ്. രണ്ടുപേരും അവർക്ക് ആ സ്നേഹത്തിന്റെ മുന്നിൽ രണ്ടുപേരുടെ നല്ല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലെ. ജിമ്മിന്റെ കയ്യിലുള്ള ഗോൾഡ് വാച്ച് കൊടുത്തു, അതുപോലെ തന്നെ ഡെല്ലയുടെ അടുത്തുള്ള നല്ല ഭംഗിയുള്ള മുടിയും കൊടുത്തു. രണ്ടുപേരും അവിടെ സാക്രിഫൈസ് ചെയ്യാണ് ചെയ്തത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കുഞ്ഞു സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെല്ല വാണ്ടഡ് ടു ബൈ ഡാഷ് ഫോർ ജിം. ഡെല്ല ജിമ്മിന് വേണ്ടിയിട്ട് വാങ്ങാൻ തീരുമാനിച്ചു. എന്തായിരുന്നു, എ വാച്ച്, എ ചെയിൻ, എ കോം, എ ഹെയർ ക്ലിപ്പ്. എന്താണ്, എ ചെയിൻ ആണ് വാങ്ങിക്കാൻ തീരുമാനിച്ചത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇനി വൈ ഡിഡ് ഡെല്ല സെൽ ഹെർ ഹെയർ. എന്തിനാണ് ഡെല്ല അവളുടെ മുടി വിറ്റത്. ഷി ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്. She had no comb. She didn't like long hair. Jim asked her to cut the hair. എന്തിനായിരുന്നു, ആക്ച്വലി വിറ്റത് ഷി ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ് വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തത്, ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ബിക്കോസ്. ജിമ്മ് ആ ഗോൾഡ് വാച്ച് വിറ്റു. ബിക്കോസ് എന്തിനെന്ന് വെച്ചാൽ എന്തിനാണ്, ഇറ്റ് ഹാഡ് നോ ചെയിൻ ഇല്ലാത്തത് കൊണ്ട്. ഹി വാണ്ടഡ് ടു സെൽ ഇറ്റ്. അവനക്കത് വിൽക്കാൻ ആവശ്യമുള്ളത് കൊണ്ട്. ഹി ഡിഡ്ന്റ് ലൈക്ക് ഹിസ് വാച്ച്. അവനക്ക് ആ വാച്ച് ഇഷ്ടമല്ലാത്തത് കൊണ്ട്. ഹി വാണ്ടഡ് ടു ഗെറ്റ് മണി ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഡെല്ല. ഡെല്ലയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഇനി നാലാമത്തത്, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി. എന്താണ് ഈ സ്റ്റോറിയിലെ മെയിൻ തീം എന്ന് പറയുന്നത്. ഫാമിലി, ലവ് ആൻഡ് സാക്രിഫൈസ്, ഗിഫ്റ്റ്, ക്രിസ്മസ്. എന്തായിരുന്നു, ലവ് ആൻഡ് സാക്രിഫൈസ് എന്നുള്ളതാണ് അല്ലേ. ഇനി ഫിഫ്ത്ത് വൺ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് ടു ഗീവ് അപ്പ് സംതിങ് വാല്യുബിൾ. എന്താണ്, നമ്മൾ സംതിങ് വാല്യുബിൾ ആയിട്ട് ഒന്ന് കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട വേർഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, സാക്രിഫൈസ് എന്നുള്ളതാണ് അല്ലേ. അവിടെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു സംതിങ് വാല്യുബിൾ ആയിട്ട് മാറുന്നത്. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. ലെറ്റ്സ് ചാറ്റ് എന്നുള്ളതാണ് ആക്ടിവിറ്റി നമ്പർ 2. ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ്. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. ഷീ സോ എ സാഡ് ഫേസ് എമംഗ് ദ ചിൽഡ്രൻ. എന്താണ്, കുട്ടികളുടെ ഇടയിൽ വളരെ ദുഃഖമായിട്ടിരിക്കുന്ന ഫേസ് ആണ് അവർ കണ്ടത്. ഇറ്റ് വാസ് ജസ്റ്റർ റാക്കൂൺ. എന്താണ്, കുട്ടി ആരായിരുന്നു, ചെസ്റ്റർ റാക്കൂൺ ആയിരുന്നു. ദ ടീച്ചർ ബിഗൻ ടു ടോക്ക് ഹിം. ടീച്ചർ അവനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ചെസ്റ്റർ റാക്കൂൺ. അങ്ങനെ ടീച്ചറും ചെസ്റ്റർ റാക്കൂണും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ടീച്ചർ ചോദിക്കുകയാണ്, ചെസ്റ്റർ വാട്ട് ഹാപ്പൻ, വൈ ആർ യു ലുക്കിംഗ് സോ സാഡ്. എന്താണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചെസ്റ്റർ എന്താ മറുപടി പറയാ, ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു മൈ ഹോം. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ടീച്ചർ ചോദിക്കും, വാട്ട് ഹാപ്പൻ ഡിയർ, ഈസ് ദർ എനി പ്രോബ്ലം. എന്താണ് നിനക്ക് പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചെസ്റ്റർ പറയും, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ ടോയ്സ് ഒക്കെ ആയിട്ട് കളിക്കണം. ഐ ഹാവ് ഫ്രണ്ട്സ് ദർ. എനിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് ദം ടു. എനിക്ക് അവരുമായിട്ട് കളിക്കണമെന്ന് പറയാണ്.
അപ്പോൾ ടീച്ചർ പറയാണ് ഐ വിൽ ഗീവ് യു ന്യൂ ടോയ്സ് ടു പ്ലേ, ഞാൻ നിനക്ക് പുതിയ കുറേ ടോയ്സ് ഒക്കെ തരാൻ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം ഹിയർ, നിനക്ക് ഇവിടെ നിന്ന് പുതിയ ഫ്രണ്ട്സ് ഒക്കെ കിട്ടും. യു ക്യാൻ ഓൾസോ പ്ലേ വിത്ത് ദം, നിനക്ക് അവരുമായിട്ടൊക്കെ കളിക്കാൻ വേണ്ടി പറ്റും. ചെസ്റ്റർ പറയാണ് മൈ മോം ഈസ് അലോൺ അറ്റ് ഹോം, എന്താണ് എൻ്റെ മമ്മ ഒറ്റക്കാണ് വീട്ടിൽ. ഐ വാണ്ട് ടു ഗോ, എനിക്ക് വീട്ടിലേക്ക് പോകണം. ടീച്ചർ പിന്നെയും പറയും ഡോൺ യു വാണ്ട് ടു സ്റ്റഡി, അപ്പം നിനക്ക് പഠിക്കൊന്നും വേണ്ടേ? ചെസ്റ്റർ പറയും ഐ ഹാവ് എ ലോട്ട് ഓഫ് ബുക്സ് ഇൻ മൈ ഹോം, എൻ്റെ വീട്ടിൽ ഒരുപാട് ബുക്സ് ഉണ്ട്. ഐ വിൽ സ്റ്റഡി യൂസിങ് ദാറ്റ്, ഞാൻ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പഠിച്ചോളാം. അപ്പോൾ ടീച്ചർ പറയും ദാറ്റ് ഈസ് നോട്ട് ഫെയർ ചെസ്റ്റർ, അതെന്താണ്, അത് ശരിക്കും നല്ലതല്ല. ലെറ്റ്സ് ഡു വൺ തിങ്, നീ ഒരു കാര്യം ചെയ്യേ. യു വിൽ സിറ്റ് ഹിയർ വൺ ഡേ, നീ ഇവിടെ ഒരു ദിവസം ഇരിക്ക്. ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് യു ക്യാൻ ഗോ ബാക്ക് യുവർ ഹോം, എന്നിട്ട് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ നീ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ എന്ന് പറയാണ്. അപ്പോൾ ചെസ്റ്റർ ഓക്കെ മാം എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ചെസ്റ്ററും നമ്മുടെ ടീച്ചറും നടക്കാനുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി നമ്പർ 3 നോക്കൂ, ലേക്സ് ആൻഡ് ഡിസ്ലൈക്ക് എന്നുള്ളതാണ്. ചെസ്റ്റർ റാക്കൂൺ ഹാസ് സം ലേക്സ് ആൻഡ് ഡിസ്ലൈക്സ്, എന്താണ് ചെസ്റ്റർ റാക്കൂണ് ഒരുപാട് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമുണ്ട്. ഡു യു ഹാവ് ലേക്സ് ആൻഡ് ഡിസ്ലൈക്സ്, നിങ്ങൾക്കുമില്ല ഇതുപോലെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊക്കെ ആയ കാര്യങ്ങൾ. കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ സ്യൂട്ടബിളി, താഴെയുള്ള ടേബിൾ തന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാട്ട് ചെസ്റ്റർ റക്കൂൺ ലൈക്സ്, ചെസ്റ്റർ റക്കൂണിൽ ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ്? ചെസ്റ്റർ ലൈക്സ് റീഡിങ് ബുക്സ് ഒക്കെ റീഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെസ്റ്റർ ഡസൻ ലൈക്ക് ടു ഗോ ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമല്ല. ചെസ്റ്റർ ലൈക്സ് ടു സ്പെൻഡ് ടൈം വിത്ത് ഹിസ് ഫാമിലിയുമായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഹി ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ചെസ്റ്റർ ഡസൻ ലൈക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. ഈ ഡസൻ ലൈക്ക് ടു ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്, രാവിലെ കുളിക്കാൻ ഇഷ്ടമല്ല. ഇനി വാട്ട് ഡു യു ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിവിടെ തന്നിട്ടുണ്ട് ഐ ലൈക്ക് ടു ഗോ ടു ലൈബ്രറി, എനിക്ക് ലൈബ്രറിയിൽ പോകാൻ ഇഷ്ടമാണ്. പിന്നെ എന്തൊക്കെ എഴുതാം? ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക് ടു ട്രാവൽ അലോൺ, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് വെജിറ്റബിൾസ്, എനിക്ക് വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല. ഐ ലൈക്ക് ടു ഈറ്റ് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക് ലേറ്റ് നൈറ്റ് സ്ലീപ്പിംഗ്, എനിക്ക് വളരെ നേരം വൈകി ഉറങ്ങുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ ലൈക്ക് ടു വാച്ച് ടി വി, എനിക്ക് ടി വി കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ട് എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് വൺ 4th ആക്ടിവിറ്റി ആണ്, തോട്ട്സ് ആണ് എഴുതാനുള്ളത്. ഹാവിൻറ്റ് യു റീഡ് ദ സ്റ്റോറി ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്, നമ്മൾ ഈ സ്റ്റോറി വായിച്ചിട്ടുള്ളതാണ് അല്ലേ. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന സ്റ്റോറി നമ്മൾ വായിച്ചിട്ടുണ്ട്. ദ ലിറ്റിൽ ട്രെയിൻ വാസ് ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ദ ബോയ്സ് ആൻഡ് ദ ഗേൾസ് ഹൂ വെയർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ബോയ്സിനും ഗേൾസിനും വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളായിട്ടാണ് നമ്മൾ ലിറ്റിൽ ട്രെയിൻ അല്ലേ. ഇറ്റ് വാസ് മൂവിങ് ഹാപ്പിലി അലോങ് ദ ട്രാക്സ്, അത് വളരെ സന്തോഷത്തോടു കൂടി അതിൻ്റെ ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് സഡൻലി ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്, പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു? ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പായി. വാട്ട് മൈറ്റ് ബി ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ, അപ്പോൾ ആ സമയത്ത് ലിറ്റിൽ ട്രെയിൻ ഉണ്ടായിരുന്ന തോട്ട്സ് എന്തൊക്കെയാവും അത് ചിന്തിച്ചിട്ടുണ്ടാവുക. യു മേ യൂസ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഹാസ് ഇൻസ്, താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹിൻസ് ആയിട്ട് സൂചനയായിട്ട് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഡിഡ് ദ ട്രെയിൻ നോ വൈ ഇറ്റ് സ്റ്റോപ്ഡ്, ആ ട്രെയിനിന് അറിയുമോ എന്തുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ആയത് എന്ന്. വിൽ ഇറ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് അത് ചിന്തിച്ചിട്ടുണ്ടാവുമോ. വിൽ ഇറ്റ് തിങ്ക് ഓൺ ദ ടോയ്സ് ആൻഡ് ദ അതർ തിങ്സ് ഇറ്റ് ഇൻ ദ ട്രെയിൻ, ആ ട്രെയിനിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ തിങ്സിനെ കുറിച്ചിട്ടൊക്കെ അത് ചിന്തിച്ചിട്ടുണ്ടാവുമോ. വിൽ ഇറ്റ് തിങ്ക് ഓഫ് ഗെറ്റിംഗ് സംബഡീസ് ഹെൽപ്പ്, അതിന് ആരുടെയെങ്കിലും സഹായം കിട്ടുമെന്ന് അത് ചിന്തിച്ചിട്ടുണ്ടാവുമോ. വാട്ട് വിൽ ദ ട്രെയിൻ തിങ്ക് ഓഫ് ദ ബോയ്സ് ആൻഡ് ഗേൾസ്, ആ ബോയ്സിനെയും ഗേൾസിനെയും ഒക്കെ കുറിച്ചിട്ട് എന്തായിരിക്കും ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനൊക്കെ ആൻസർ ആയിട്ടായിരിക്കണം നിങ്ങളുടെ തോട്ട്സ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എന്തൊക്കെ എഴുതാം നമുക്ക്? വാട്ട് ഹാപ്പൻ ടു മീ, എന്താണ് എനിക്ക് സംഭവിച്ചത്. ഓ ഗോഡ് ഐ ടയേർഡ് എ ലോട്ട്, എന്താണ് ഞാൻ വളരെ ദുഃഖത്തിലാണ്, എന്താണ് ഞാൻ ഒരുപാട് ശ്രമിച്ചു. ബട്ട് ഐ കാണ്ട് മൂവ്, പക്ഷെ എനിക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഈസ് ദർ എനി പ്രോബ്ലം വിത്ത് ദ എൻജിൻ, എൻ്റെ എൻജിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ. ദർ ഈസ് നോ വൺ നിയർ ടു ആസ്ക് ഫോർ എ ഹെൽപ്പ്, ആരുമില്ല എൻ്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കാൻ. ഡിയർ ഗോഡ്, എൻ്റെ ദൈവമേ, ഡോണ്ട് യു നോ ദാറ്റ് ഇഫ് ഐ കാണ്ട് റീച്ച് ഓവർ ദ മൗണ്ടെയിൻ, എനിക്ക് ആ മൗണ്ടെയിനിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഫുഡ്, ആ ബോയ്സിനും ഗേൾസിനും ഒന്നും എന്താണ് ഫുഡോ കാര്യങ്ങളോ ടോയ്സോ ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. ഓൺ ദോസ് ചിൽഡ്രൻ ബി വെരി സാഡ്, അപ്പോൾ എന്താവും, ആ കുട്ടികളൊക്കെ വളരെയധികം വിഷമിക്കില്ലേ. പ്ലീസ് ഹെൽപ്പ് മീ ഗോഡ്, ദൈവമേ എന്നെ സഹായിക്കൂ. ഇതൊക്കെയായിരിക്കും ആ ഒരു ലിറ്റിൽ ട്രെയിനി ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇങ്ങനെ ആയിരിക്കണം ഇത് എഴുതേണ്ടത്.
അടുത്തത് നോക്കൂ, ഫിഫ്ത്ത് വൺ, പിക്ചർ ടെയിൽ. ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ, 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഡെവലപ്പ് ദ ഇവന്റ്സ് ഇൻ ദ ഗിവൺ പിക്ചർ ഇൻ ടു എ സ്റ്റോറി. ഈ തന്നിട്ടുള്ള ഈ ഒരു പിക്ചേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണോ ഇതിൽ കാണുന്നത് അതൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. സ്റ്റോറി എഴുതുമ്പോൾ അതിൻ്റെ ഹെഡിങ്ങും കൂടെ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ എന്ത് ഹെഡിങ് കൊടുക്കാം ഇവിടെ? ഹാപ്പിനെസ് എന്ന് കൊടുക്കാം അല്ലേ. എന്നിട്ട് എഴുതാം, എ ബോയ് ഹു വാസ് പ്ലാന്റിങ് എ ട്രീ വൺ ഡേ. ഒരു ദിവസം ഒരു കുട്ടി എന്തായി ഒരു ട്രീ പ്ലാന്റ് ചെയ്തു, ഒരു ട്രീ കുഴിച്ചിട്ടു. ഹി ഈസ് വാട്ടറിങ് ദാറ്റ് പ്ലാന്റ് സെക്കൻഡ് ഡേ ഓൺവേർഡ്സ്. പിറ്റേ ദിവസം മുതൽ അവൻ എന്ത് ചെയ്തു? അതിനിങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി തുടങ്ങി. ഹി നർച്ചേർഡ് ഇറ്റ് എവറി ഡേ. എല്ലാ ദിവസവും അതിനെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോന്നു. ഡേ ബൈ ഡേ ദ പ്ലാന്റ് സ്റ്റാർട്ടഡ് ടു ഗ്രോ ഇൻ ടു എ ബിഗ് പ്ലാന്റ്. അതിന് ഓരോ ദിവസം കഴിയും തോറും ആ പ്ലാന്റ് എന്ത് ചെയ്തു? ഒരു ട്രീ ആയിട്ട് മാറാൻ വേണ്ടി തുടങ്ങി. ആഫ്റ്റർ സം ഡേയ്സ് പ്ലാന്റ് സ്റ്റാർട്ടഡ് ഫ്രൂട്ടിങ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്ലാന്റ് എന്ത് ചെയ്തു? ഫ്രൂട്ട്സ് ഒക്കെ തരാൻ വേണ്ടി തുടങ്ങി. ഹി ബിക്കെയിം വെരി ഹാപ്പി. അപ്പം എന്ത് ചെയ്തു? അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ആ കുട്ടി വളരെയധികം സന്തോഷവാനായി. അങ്ങനെ ഇത്തരത്തിലുള്ളൊരു കുഞ്ഞു സ്റ്റോറി നിങ്ങൾ എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്കെച്ച് എ പിക്ചർ എന്നുള്ളതാണ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പാർക്ക് ദാറ്റ് ജസ്റ്റ് റാക്കൂൺ വിസിറ്റ്. ജസ്റ്റ് റാക്കൂൺ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർക്കിന്റെ ഡിസ്ക്രിപ്ഷനാണ് തന്നിട്ടുള്ളത്, അത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ദ പിക്ചർ ആൻഡ് ആഡ് ദ മിസ്സിംഗ് ഒബ്ജക്ട്സ്. ഇതിൽ എന്തൊക്കെയാ ഒബ്ജക്റ്റ് ആണോ മിസ്സായിട്ടുള്ളത് അത് നിങ്ങളുടെ അടുത്ത് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിക്കാം. ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. ഇത് നല്ല ഭംഗിയുള്ള പാർക്കാണ്. ദർ ആർ ഹ്യൂജ് ട്രീസ് പ്ലാന്റഡ് ഇൻ ദ അറൌണ്ട് ദ പാർക്ക്. ഈ പാർക്കിന്റെ ചുറ്റുമായിട്ട് ഒരുപാട് വലിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, വലിയ ട്രീസ് ഒക്കെ ഉണ്ട്. സം ഫ്ലവേഴ്സ് പോട്ട്സ് ആർ കെപ്റ്റ് നിയർ ദ ബെഞ്ച്. ആ ബെഞ്ചിന്റെ അടുത്ത് എന്തുണ്ട്? കുറേ ഫ്ലവേഴ്സ് പോട്ട് ഉണ്ട്. അപ്പോൾ അതവിടെ കാണുന്നുണ്ടല്ലേ. ദ കളർഫുൾ ഫ്ലവേഴ്സ് മേക്ക് ദ പാർക്ക് അട്രാക്റ്റീവ്. പക്ഷേ എന്താണ്, അവിടെ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ആ പാർക്കിനെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ അവിടെ എന്തില്ല? അതില്ല. അപ്പോൾ നിങ്ങളത് വരച്ചു കൊടുക്കുക. ദെൻ ബട്ടർഫ്ലൈസ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ് ആർ ഫ്ലച്ചറിങ് അറൌണ്ട് ദ ഫ്ലവേഴ്സ്. ബട്ടർഫ്ലൈസും ഡ്രാഗൺ ഫ്ലൈസും ഒക്കെ ആ ഒരു ഫ്ലവേഴ്സിന്റെ ഇടയിലൂടെ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ അതും അവിടെ ഇല്ല, അതും വരച്ചു കൊടുക്കുക. ദെൻ എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ. ഒരു കുട്ടി ആ മരത്തിന്റെ മുകളിലായിട്ട് ഒരു പക്ഷി മരത്തിന്റെ മുകളിലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അതും വരച്ചു കൊടുക്കണം. ദർ ആർ സ്വിങ്സ് സ്ലൈഡ്സ് ആർ എ മെറി ഗോ റൗണ്ട് ബോർഡ് ഇൻ ദ പാർക്ക്. അവിടെ എന്തുണ്ട്? സ്വിങ്സ് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, മെറി ഗോ റൗണ്ട് ഉണ്ട്. അപ്പം അതൊക്കെ ആ പാർക്കിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ കൂട്ടുകാരെ നോക്കിയില്ലാത്തത് വരച്ചു കൊടുക്കാം. ഈസ് എ പോണ്ട് ഈസ് ദർ അറ്റ് ദ സെന്റർ ഓഫ് ദ പാർക്ക്. ആ പാർക്കിന്റെ സെന്ററിലായിട്ട് ഒരു പോണ്ട് ഉണ്ട് അല്ലേ, ഉണ്ട്. 2 ducks ആർ സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. ആ പോണ്ടിൽ 2 ഡക്സ് ഇങ്ങനെ സ്വിം ചെയ്യുന്നുണ്ട്. എ ബ്യൂട്ടിഫുൾ ലോട്ടസ് മേക്ക് ദ പോണ്ട് പ്രിറ്റി. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ലോട്ടസ്, നല്ല ഭംഗിയുള്ള താമര ആ പോണ്ടിനെ വളരെയധികം ഭംഗിയുള്ളതാക്കുന്നു. അപ്പം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതിലില്ലാത്ത എന്തൊക്കെ ഒബ്ജക്റ്റ് ആണുള്ളത് അത് നിങ്ങൾ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് ലെറ്റ്സ് എഡിറ്റ്. എഡിറ്റിംഗ് ആണ്. On 10 May 1993, a girl young of ഹിമാചൽ പ്രദേശ് called ഡിക്കി. എന്താണ്? ഹിമാചൽ പ്രദേശിലുള്ള ഒരു കുട്ടിയുടെ പേരാണ് ഡിക്കി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിലെ എന്താണ് മിസ്റ്റേക്ക് എന്ന് നോക്കാം. ഗേൾ യങ് എന്നുള്ളതാണ്. അവിടെ എന്താ വരേണ്ടത്? യങ് ഗേൾ എന്നാണ് വരേണ്ടത്. അതിൻ്റെ വേർഡ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഗേൾ യങ് അല്ല, യങ് ഗേൾ എന്നാണ്. ദെൻ ഡിക്കി എന്നുള്ളത് എന്താണ്? ഒരു പേരാണല്ലേ. അപ്പോൾ ഡിക്കി എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ, ഒരു പേര് എഴുതുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആക്കി എഴുതുക. ദെൻ ഡോൾമ സെറ്റ് എ വേൾഡ് റെക്കോർഡ് വെൻ ഹി ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ. അവിടെ നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത്? ഡോൾമ എന്ന് പറയുന്നത് ഒരു ഗേൾ ആണല്ലേ. അപ്പോൾ അവിടെ വെൻ ഹി അല്ല, വെൻ ഷീ എന്ന് പറയണം. ദെൻ ദ യങ്ങസ്റ്റ് വുമൺ ഓൺ ദ വേർഡ് ടു ക്ലൈംബ്. അവിടെ എന്താണ്? വുമൺ ഓൺ അല്ല, ഇന്നാണ് വരേണ്ടത്. ദെൻ ക്ലൈംബ് എന്നതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, CLIMP എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.